വയറിളക്ക രോഗങ്ങളെ പറ്റിയും ORSനെ പറ്റിയും കുറച്ചു കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. എല്ലാ വർഷവും ജൂലൈ 29 ORS ദിനമായി ആചരിക്കുന്നു. അതുപോലെ തന്നെ ജൂലൈ 25 തൊട്ട് 31 വരെയുള്ള ആ ഒരാഴ്ച ORS വീക്കായിട്ടും ആചരിക്കുന്നു. ORS എന്ന അത്ഭുത ലായനിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ORS വീക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിലെ മരണങ്ങൾക്ക് ഒരു പ്രധാന കാരണമാണ് വയറിളക്ക രോഗം. വയറിളക്കത്തിലൂടെ ശരീരത്തിലെ ജലവും ലവണങ്ങളും നഷ്ടപ്പെടുകയും അതുവഴി ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയും അങ്ങനെ മരണം വരെ സംഭവിക്കുകയും ചെയ്യാം. എന്നാൽ ORS എന്ന അത്ഭുത ലായനിയുടെ കണ്ടുപിടുത്തത്തോടുകൂടി കഴിഞ്ഞ കുറച്ച് ദശകങ്ങളായി വയറിളക്കം മൂലമുള്ള കുഞ്ഞുങ്ങളുടെ മരണങ്ങൾ കുറയ്ക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്താണ് ORS ലായനി? ഉപ്പും പഞ്ചസാരയും ചില പ്രത്യേക ലവണങ്ങളും ഒരു കൃത്യമായ അനുപാതത്തിൽ ചേർന്ന ഒരു മിശ്രിതമാണ് ORS. വളരെ ചിലവ് കുറഞ്ഞതും ഗുണമേന്മയുള്ളതും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതുമായ ഈ ഒരു ലായനിക്ക് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുവാനുള്ള കഴിവുണ്ട്. അടുത്തതായി എങ്ങനെയാണ് ORS ലായനി ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി കൈകൾ രണ്ടും സോപ്പിട്ട് വൃത്തിയായി കഴുകുക. അതിനുശേഷം ORSന്റെ പാക്കറ്റ് എടുക്കുക. നമുക്ക് 2 തരം ORSന്റെ പാക്കറ്റ് ഉണ്ട്. ചെറിയ പാക്കറ്റുമുണ്ട്, വലിയ പാക്കറ്റുമുണ്ട്. ചെറിയ പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഇത് 4 ഗ്രാമിന്റെ പാക്കറ്റാണ്. ഇത് 1 ഗ്ലാസ് വെള്ളത്തിലാണ് കലക്കേണ്ടത്. അപ്പം ഈ പാക്കറ്റിന്റെ പുറകില് പടമുണ്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കുന്നത്. ഇതാണ് വലിയ പാക്കറ്റ്. വലിയ പാക്കറ്റ് 20 ഗ്രാമിന്റെ പാക്കറ്റാണ്. ഇത് 5 ഗ്ലാസ് വെള്ളത്തിലാണ് കലക്കേണ്ടത്. ഇതിലും പടമുണ്ട് 5 ഗ്ലാസ് വെള്ളത്തിൽ കലക്കേണ്ടത്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ചെറിയ പാക്കറ്റ് 1 ഗ്ലാസ് വെള്ളത്തിലും വലിയ പാക്കറ്റ് 5 ഗ്ലാസ് വെള്ളത്തിലുമാണ് കലക്കേണ്ടത്. ഈ ഗവൺമെന്റ് ആശുപത്രികളിൽ ലഭിക്കുന്നത് ഈ വലിയ പാക്കറ്റാണ്. ഇനി അടുത്തതായി ഈ പാക്കറ്റ് മുറിച്ച് ഇതിലെ മുഴുവൻ പൊടിയും നമ്മൾ എടുക്കുക. ഞാന് വൃത്തിയുള്ള ഒരു ജഗ് എടുക്കുന്നു. അതിനുശേഷം ഈ പാക്കറ്റിലെ മുഴുവൻ പൊടിയും ഇടണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചില ആൾക്കാർ കുറച്ച് പൊടി മാത്രം ഇടും, ശകലം വെള്ളവും ഒഴിക്കും. അങ്ങനെ കലക്കിയാൽ അതിന്റെ ഗുണം കാണത്തില്ല. ഇത് കൃത്യമായ അനുപാതത്തിൽ വേണം കലക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായി നമ്മൾ ഈ പാക്കറ്റ് മുറിക്കുന്നു. ഇതിലെ മുഴുവൻ പൊടിയും നമ്മൾ ഈ ജഗ്ഗിലോട്ട് ഇടുന്നു. ഇതിലെ മുഴുവൻ പൊടിയും നമ്മൾ ജഗ്ഗിലേക്ക് ഇട്ട് കഴിഞ്ഞു. അടുത്തതായി ഇത് 1 ലിറ്റർ വെള്ളമാണ്. അതായത് 5 ഗ്ലാസ് വെള്ളം അളന്നെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ 1 ലിറ്റർ വെള്ളവും നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുന്നു. ഇനിയും വൃത്തിയുള്ള ഒരു സ്പൂൺ വെച്ച് ഇത് കലക്കുന്നു. പൊടി മുഴുവൻ കലങ്ങുന്നത് വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുക. പൊടി മുഴുവൻ കലങ്ങിക്കഴിഞ്ഞു. ഇനിയും ഒരു മൂടി വെച്ച് ഇത് അടച്ചു വെക്കുക. ഇത്രയും ഉള്ളൂ. വളരെ എളുപ്പമാണ്. ORS ലായനി ഇതാ റെഡി. ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു ലായനി ഒരു 24 മണിക്കൂർ വരെ നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം ഉപയോഗിക്കരുത്. അതിനുശേഷം അത് കളയണം. എങ്ങനെയൊക്കെയാണ് ORS ലായനി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ചെറിയ കുഞ്ഞുങ്ങൾക്ക് സ്പൂണിൽ കോരി കൊടുക്കണം. കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾക്ക് ഗ്ലാസ്സിൽ കൊടുക്കുക. ഓരോ വട്ടവും വയറിളകി കഴിഞ്ഞാൽ എത്ര അളവ് ORS ആണ് കൊടുക്കേണ്ടത്? 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് 1/4 ഗ്ലാസ് മുതൽ 1/2 ഗ്ലാസ് വരെയും, 2 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് 1/2 ഗ്ലാസ് മുതൽ 1 ഗ്ലാസ് വരെയും കൊടുക്കാം. കുറച്ചും കൂടി മുതിർന്ന കുഞ്ഞുങ്ങൾക്ക് യഥേഷ്ടം കൊടുക്കാം. അവർ കുടിക്കുന്നതിനനുസരിച്ച് കൊടുക്കാം. ചില കുഞ്ഞുങ്ങൾ ORS കൊടുക്കുമ്പോൾ ഛർദ്ദിക്കാറുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ORS ലായനി കൊടുക്കുക. വീണ്ടും കൊടുക്കുമ്പോൾ ഒറ്റയടിക്ക് കൊടുക്കരുത്. പതുക്കെ സ്പൂണായി വേണം കൊടുക്കാൻ. അങ്ങനെ കുഞ്ഞിന്റെ ക്ഷീണം മാറുന്നിടം വരെ ORS ലായനി കൊടുക്കുന്നത് തുടരുക. ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ORS പാക്കറ്റ് അവൈലബിൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ORS ഉണ്ടാക്കാൻ പറ്റും. 1 ഗ്ലാസ് വെള്ളത്തില് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായി കലക്കിയെടുക്കുക. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ORS ലായനിയാണ്. ഇനി ORSന് പകരം വേറെ എന്തൊക്കെ ലായനികൾ കുഞ്ഞുങ്ങൾക്ക് വയറിളക്കമുള്ളപ്പോൾ കൊടുക്കാം? ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഉപ്പിട്ട നാരങ്ങ വെള്ളം, ഉപ്പിട്ട മോരും വെള്ളം, കരിക്കിൻ വെള്ളം,
അതുപോലെ തന്നെ ഉപ്പിട്ട വെജിറ്റബിൾ സൂപ്പ്, ഇതൊക്കെ വയറിളക്കമുള്ളപ്പോൾ ORSന് പകരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അടുത്തതായി, വയറിളക്ക സമയത്ത് കുഞ്ഞിന്റെ ആഹാരത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? 6 മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നമ്മൾ കൂടുതലും അരിയാഹാരങ്ങൾ വേണം ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. കഞ്ഞി, ചോറ്, ദോശ, ഇഡലി, പുട്ട് മുതലായ അരിയാഹാരങ്ങളും ധാന്യങ്ങളും വേവിച്ച പച്ചക്കറികളും കൊടുക്കുക. ഭക്ഷണം ഇടയ്ക്കിടെ ചെറിയ അളവുകളിൽ കൊടുത്തുകൊണ്ടിരിക്കുക. ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, വയറിളക്ക സമയത്ത് കൂടുതൽ ഭക്ഷണം കൊടുത്താൽ വയറിളക്കം കൂടുമെന്ന്. അത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. വയറിളക്ക സമയത്ത് ഒരു സാധാരണ കുട്ടി സാധാരണ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് കൊടുക്കേണ്ടത്. ചില ആൾക്കാർ അതുപോലെ കഞ്ഞി മാത്രം കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയും ചെയ്ത് സാധാരണ ഒരു കുഞ്ഞു കഴിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റ്, നോർമലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണോ അത് വയറിളക്ക സമയത്തും കൊടുക്കേണ്ടതാണ്. ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് വയറിളക്ക സമയത്ത് ഒഴിവാക്കേണ്ടത്? ശീതളപാനീയങ്ങൾ കൊടുത്തുകൂടാ. അതുപോലെ തന്നെ മധുരം ഒരുപാടിട്ട് ഫ്രൂട്ട് ജ്യൂസസ് കൊടുത്തുകൂടാ. ചായ, കാപ്പി മുതലായവ ഒഴിവാക്കേണ്ടതാണ്. ബാർലി വെള്ളം, ബേക്കറി സാധനങ്ങൾ മുതലായവയൊക്കെ വയറിളക്ക സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. വയറിളക്ക ചികിത്സയിൽ ORSനൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു മരുന്നാണ് സിങ്ക്. വയറിളക്കം മൂലം നമ്മുടെ കുടലിലെ നശിച്ചുപോയ കോശങ്ങൾ തിരിച്ചു വരുവാൻ സിങ്ക് സഹായിക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ പ്രതിരോധ ശക്തി കൂട്ടാനും സിങ്ക് നല്ലതാണ്. വയറിളക്കമുള്ളപ്പോൾ എപ്പോഴൊക്കെയാണ് വൈദ്യസഹായം തേടേണ്ടത്? കുഞ്ഞിന്റെ വയറ്റിൽ നിന്ന് പോകുന്നതിൽ രക്തത്തിന്റെ അംശമുള്ളപ്പോൾ, കുഞ്ഞിന് അതികഠിനമായ പനിയും ഛർദിലുമുണ്ട്, വയറിളക്കത്തിന്റെ തോതും അളവും കൂടിക്കൂടി വരികയാണ്, കുഞ്ഞൊന്നും കഴിക്കാതെ ഇങ്ങനെ ക്ഷീണിച്ച് മയങ്ങി കിടക്കുകയാണ്, മൂത്രത്തിന്റെ അളവ് കുറയുന്നു, അപസ്മാരം, ഈ വക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകേണ്ടതാണ്. ഈ വർഷത്തെ ORS ഡേയുടെ സ്ലോഗനാണ് സിപ്പ് സ്മാർട്ട്, സ്റ്റേ സ്ട്രോങ്, സേ യെസ് ടു ORS. കേവലം 5 രൂപ മാത്രം വിലയുള്ള ഈ പാക്കറ്റിന് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുവാനുള്ള കഴിവുണ്ട്. ഈ ഒരു അവസരത്തിൽ ORSന്റെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.